ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരിക്കൽ കൂടി എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ അടുത്ത കാലത്ത് കുറേയധികം പുതിയ ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ, പഴയ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്, പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, ടീച്ചർ ഇപ്പോൾ വീഡിയോസൊന്നും ഇടുന്നില്ലേ, ഒന്നും കാണാറില്ലല്ലോ. വീഡിയോസ് റെഗുലറായിട്ട് ഇടുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നോ, പുതിയ ആളുകളെ യൂട്യൂബ് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഞങ്ങളൊക്കെ കുറച്ച് പഴയ ആളുകളാണല്ലോ, യൂട്യൂബിൻ്റെ പ്രൊമോഷൻ കുറച്ച് കുറയുമായിരിക്കും. പക്ഷേ ഒരു കാര്യം ചെയ്താൽ മതി, മേരി മെറ്റിൽഡ ലേറ്റസ്റ്റ് വീഡിയോ ഒന്ന് അടിച്ചു കൊടുത്താൽ ലേറ്റസ്റ്റ് വീഡിയോ കാണാൻ പറ്റും. നേരത്തെ വെള്ളിയാഴ്ച 7 മണിക്കാണ് അപ്ലോഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് ശനിയാഴ്ച 7 മണിക്കാണ്. അപ്ലോഡ് ചെയ്യാനുള്ളൊരു സൗകര്യവും നിങ്ങൾക്ക് കാണാനുള്ളൊരു സൗകര്യവും കൂടി പരിഗണിച്ചാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പിന്നെ നമ്മുടെ വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സെൽഫ് ഇംപ്രൂവ്മെൻറ്റും സെൽഫ് എംപവർമെൻറ്റുമാണ്. നമ്മൾ സ്വയം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ജീവിതം കുറേ കൂടി മനോഹരമാക്കാനുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കാൻ ഞാനൊരു ട്രെയിനിങ് മോഡ്യൂൾ ഡെവലപ്പ് ചെയ്ത് ഒരു ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ഈ മാസത്തെ ഓൺലൈൻ കോഴ്സ് ഓഗസ്റ്റ് 16 തൊട്ട് 23 വരെയാണ്. ഗൂഗിൾ മീറ്റിൽ രാത്രി 8 മണി തൊട്ട് 9 മണി വരെയാണ് കോഴ്സ് നടത്തുന്നത്. താല്പര്യമുള്ളവർ 9388605198 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് തരാം. ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അഖിൽ വിഷ്ണു മുരളീധരൻ എഴുതിയ സഹറയുടെ മന്ത്രിപ്പുകൾ എന്ന നോവലിൻ്റെ അവലോകനം കലാകൗമുദിൽ വായിക്കാനിടയായി. പ്രൊഫസർ ഡോക്ടർ ബി മോഹനനാണ് ആ അവലോകനം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എൻ്റെ റിസർച്ച് ഗൈഡായിരുന്നു. ജീവിതത്തിൽ എന്നും നമ്മൾ നന്ദിയോടുകൂടി ഓർക്കുന്ന ചില ആളുകളുണ്ട്. ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മളിങ്ങനെ പകച്ചു നിൽക്കുമ്പോഴേ ദൈവം അയച്ച പോലെ ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നെ സംബന്ധിച്ച് മോഹനൻ സാറ് അങ്ങനെയുള്ള ഒരാളാണ്. റിസർച്ച് ചെയ്തപ്പോൾ അങ്ങനെ ചില പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായി. അതൊക്കെ ഭംഗിയായിട്ട് തരണം ചെയ്ത് എന്നെ ഒരു ഡോക്ടർ മേരി മെറ്റിൽഡ ആക്കുന്നതിൽ മോഹൻ സാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവലോകനം വായിച്ചപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ എപ്പിസോഡിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇന്നത്തെ കാലഘട്ടത്തിലൊരു ബേണിംഗ് ഇഷ്യൂ ആണ് ആ നോവലിൻ്റെ ഇതിവൃത്തം. ഇപ്പോഴത്തെ കാലഘട്ടത്തിന് നിയോ ലിബറൽ കാലഘട്ടം എന്നൊക്കെയാണ് പറയാറ്. മനുഷ്യന് അവനവനിലേക്ക് ഒരുപാട് ഫോക്കസ് ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അവനവൻ്റെ സ്വാതന്ത്ര്യം അത് പാരൻറ്റിങ്ങിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ മാറ്റങ്ങൾ മാതാപിതാക്കളെയും ബാധിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരായ മാതാപിതാക്കൾ പലരും പദവി, പണം, അധികാരം എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ്. ഈ ഒരു രീതി നമ്മളെല്ലാവരെയും തന്നെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. പാരൻറ്റിങ്ങിൽ ഇത് ബാധിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ്. കുഞ്ഞുങ്ങൾ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ. ആ കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് കരകയറി പഴയ നഷ്ടപ്പെട്ടു പോയ ചില സൗഭാഗ്യങ്ങൾ, അനുഗ്രഹങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ തിരിച്ചു പിടിക്കുന്ന ഒരു ഇതിവൃത്തമാണ് ആ നോവലിൽ. ഞാൻ നോവൽ വായിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചൊരു പുസ്തകമുണ്ട്, ഹോൾഡ് ഓൺ ടു യുവർ കിഡ്സ്. അപ്പോൾ ഈ നോവലിൻ്റെ ഇതിവൃത്തവും ആ പുസ്തകത്തിൽ വായിച്ചതുമൊക്കെ കൂട്ടിച്ചേർത്തപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അത് പാരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളില്ലേ, അല്ലെങ്കിൽ മനുഷ്യ ശിശുക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. അവർ വളരെ ഹെൽപ്ലെസ് ആണ്. പ്രത്യേകിച്ചും ജനിച്ചു വീഴുന്ന സമയം തുടങ്ങി 2-3 വയസ്സ് വരെ അവർക്കെല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിച്ചേ മതിയാവും. വളരെ ഹെൽപ്ലെസ് ആണ്. ആ സമയത്ത് മാതാപിതാക്കളുമായിട്ട് അവർ അറ്റാച്ച്ഡ് ആണ്. കാരണം അല്ലാതെ അവർക്കൊരു സർവൈവൽ ഇല്ല. അത് കഴിഞ്ഞ് അവർ സ്കൂളിൽ അടുത്ത അവരുടെ ജീവിതഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സ്കൂളിങ്, പിന്നെ കൗമാരം. അവർ സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് തീരുമാനമെടുത്ത് സ്വന്തം കാലിൽ നിൽക്കാൻ കുറച്ച് സമയം വേണം. കൗമാരപ്രായമൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു മെച്യൂരിറ്റി വരുന്നത്. ഇതിനിടയിൽ നമ്മുടെ കുട്ടികൾക്ക് ആരോടെങ്കിലുമൊക്കെ കണക്റ്റഡായി അറ്റാച്ച്ഡായിട്ട് നിന്നേ മതിയാവും. അങ്ങനെ ഒരു നീഡ് അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ 2-3 വയസ്സ് വരെ ഇവർ മാതാപിതാക്കളോടും മറ്റു മുതിർന്നവരോടൊക്കെ വളരെ അറ്റാച്ച്ഡാണ്. അത് കഴിഞ്ഞ് അവർ സ്കൂളിൽ ചേരുന്നു. സ്കൂളിൽ ചേരുമ്പോഴേക്കും വേറൊരു ഗ്രൂപ്പുമായിട്ട് അവർ സഹവസിക്കുകയാണ്. മുതിർന്ന ആളുകളുടെ കൂട്ടത്തിൽ ടീച്ചേഴ്സ് ഉണ്ടാവും, പക്ഷേ അവരോടൊപ്പമുള്ള വലിയൊരു ഗ്രൂപ്പിലേക്കാണ് അവർ ചെന്നപ്പെടുന്നത്. ഒരു കാര്യം ഓർക്കണം, അവരിപ്പോഴും കുഞ്ഞുങ്ങളാണ്. ഇപ്പോഴും അവരുടെ ബ്രെയിൻ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അവർ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാറായിട്ടില്ല. നന്മ എന്താണ്, തിന്മ എന്താണെന്നൊക്കെ ഒന്നും തിരിച്ചറിയാറായിട്ടില്ല. അവരുടെ വളർച്ച ശരിയായ ദിശയിലേക്ക് ആകണമെങ്കിൽ അവർ അറ്റാച്ച്ഡ് ആകേണ്ടത് മാതാപിതാക്കളോടും മറ്റു മുതിർന്നവരോടുമാണ്.
പക്ഷേ അതിനുള്ള സാധ്യത കുറയുമ്പോൾ അവർ പിന്നെ അറ്റാച്ച്ഡ് ആകുന്നത് ഈ അവരോടൊപ്പമുള്ള സുഹൃത്തുക്കളുടെ കൂടെയാണ്. അതായത് അവർ അറ്റാച്ച്ഡ് ആകുന്നത് അവരുടെ പിയർ ഗ്രൂപ്പിനോടാണ്. ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സത്യത്തിൽ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. നമ്മൾ പാരൻറ്റിങ് ചർച്ച ചെയ്യുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ വാശി എങ്ങനെ മാറ്റിയെടുക്കാം, കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട്. അതിനിടയിൽ കുഞ്ഞുങ്ങൾ സംഭവിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നില്ല. അതുകൊണ്ടാണ് പിന്നീട് മാതാപിതാക്കൾക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഈ പിയർ ഗ്രൂപ്പിനോട് അറ്റാച്ച്ഡ് ആകുന്നത്? പിയർ ഗ്രൂപ്പിനോട് അറ്റാച്ച്ഡ് ആകുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. ഇവരെ പോലെ തന്നെയാണ്, കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു തിരിച്ചറിവ് അവർക്കില്ല. എന്തുകൊണ്ടാണ് ഈ പിയർ ഗ്രൂപ്പിനോട് ഇവർ ഇത്രയധികം അറ്റാച്ച്ഡ് ആയി പോകുന്നത്? 6 കാരണങ്ങളുണ്ട്. നമ്മൾ എന്ത് വേണമെന്നറിയാമോ? ഒരു മെച്യൂരിറ്റി എത്തുന്നത് വരെ മാതാപിതാക്കളോടും മുതിർന്നവരോടും നന്നായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഇരുന്നേ മതിയാവും. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഈ പിയർ ഗ്രൂപ്പിനോട് അറ്റാച്ച്ഡ് ആകുന്ന 6 കാര്യങ്ങളില്ലേ, അത് തന്നെ പ്രയോഗിച്ച് എന്ത് വില കൊടുത്തും കുഞ്ഞുങ്ങളോട് അറ്റാച്ച്ഡ് ആയിട്ട് നിന്നേ മതിയാവും. ഒരു തിരിച്ചറിവും കൂടി നമുക്ക് ഉണ്ടാവണം. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലേ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്. റിലേഷൻഷിപ്പിലെ മറ്റേയാൾ ബാധ്യതയായിട്ട് മാറിയാൽ നമുക്ക് റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്യാം. ലൈഫ് പാർട്ട്ണർ ആണെങ്കിൽ കൂടിയും അതിന് സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളൊരു ബന്ധത്തിൽ മക്കൾ ലയബിലിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ വളരെ ഹെൽപ്ലെസ് ആണ്. അപ്പോൾ ഇതിനൊരു വലിയൊരു പരിഹാരമാണ് ഈ വളർച്ചയുടെ ഘട്ടങ്ങളിലൊക്കെ മക്കൾ പാരൻസിനോട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക. അതിനുള്ള വഴികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ആളുകൾ തമ്മിൽ കണക്റ്റഡ് ആകുന്നതിൻ്റെ, അറ്റാച്ച്ഡ് ആകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് കേട്ടോ ഫിസിക്കൽ പ്രോക്സിമിറ്റി, ശാരീരികമായിട്ടുള്ള അടുപ്പം. നമ്മളൊരാളുടെ കൂടെ ആയിരിക്കുമ്പോൾ അയാളെ കാണുന്നതിലൂടെ, കേൾക്കുന്നതിലൂടെ, എല്ലാ സെൻസസിലൂടെയും നമ്മൾ അയാളുമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടാക്കുകയാണ്. അത് വളരെ വളരെ സ്ട്രോങ് ആണ്. കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ സമയം ചെലവഴിക്കാൻ തുടങ്ങുമ്പോൾ മിക്കവാറും സമയം അവർ പിയർ ഗ്രൂപ്പിൻ്റെ കൂടെയാണ്, അവരുമായിട്ടാണ് ക്ലോസ്നെസ് ഉണ്ടാകുന്നത്. അപ്പോൾ മാതാപിതാക്കൾക്ക് എന്ത് പറ്റും, അല്ലെങ്കിൽ മറ്റു മുതിർന്നവർക്ക് എന്ത് പറ്റും? അവരുടെ ക്ലോസ്നെസ് പതുക്കെ കുറഞ്ഞു വരും. അവർ ചിലപ്പോൾ അത് സൗകര്യമായിട്ട് കരുതും. എത്ര സമയം അവരുടെ കൂടെ ചെലവഴിക്കുന്നു എന്നുള്ളതല്ല, ആ ചെലവഴിക്കുന്ന സമയം അവരോട് വളരെ ക്ലോസ് ആയിട്ട് പെരുമാറണം. ആ ശാരീരികമായിട്ടുള്ള അടുപ്പത്തിന് കുറവ് വരരുത്. ഇത്രയും കാലം വരെ നമ്മൾ കുഞ്ഞിനെ എപ്പോഴും മടിയിലിരുത്തും, കൊഞ്ചിക്കും, ഉമ്മ വയ്ക്കും, കെട്ടിപ്പിടിക്കും. ഇത് അതേ തരത്തിൽ തന്നെ മുന്നോട്ട് പോകണം. അപ്പം മാതാപിതാക്കൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും പിയർ ഗ്രൂപ്പിനോട് കുഞ്ഞ് അറ്റാച്ച്ഡ് ആവും. 2, സെയിംനെസ് എന്ന് പറയും. അതായത് പിയർ ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ ഒരേപോലെയുള്ള ആളുകളുടെ കൂടെ ആയിരിക്കുന്ന ആ ഒരു കംഫർട്ട് കുഞ്ഞിനുണ്ടാവും. അപ്പോൾ കണക്റ്റഡ് ആകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. മുതിർന്ന ആളുകൾ അതേസമയം എന്താ ചെയ്യുന്നത്? എപ്പോഴും കുഞ്ഞുങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിട്ടാണ് അവർ പെരുമാറുന്നത്. കുഞ്ഞുങ്ങൾ വേറെ, ഞങ്ങൾ വേറെ. അവരോടൊപ്പമുള്ള ഒരാളായിട്ട് നമുക്ക് മാറാൻ സാധിച്ചാൽ അവിടെ അറ്റാച്ച്ഡ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അവരോടൊപ്പം കളിക്കുക, ചിരിക്കുക, അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കുക. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങളുടെ ഒപ്പം കളിക്കാൻ സാധിക്കാറില്ല. അത് നമ്മൾ ചെയ്തിരിക്കണം. ഡാൻസ് ആയാലും പാട്ടായാലും കഥ പറയലായാലും പൊട്ടിച്ചിരിക്കലായാലും കുഞ്ഞുങ്ങളുടെ കൂടെ അവരിൽ ഒരാളായിട്ട് മാറുക എന്നുള്ളത് ഈ അറ്റാച്ച്ഡ് ആകുന്നതിനെ ഒരുപാട് സഹായിക്കും. പിയർ ഗ്രൂപ്പിൽ ഇതെല്ലാം സംഭവിക്കുന്നത് കൊണ്ടാണ് അവിടെ പിയർ ഗ്രൂപ്പിനോട് കൂടുതൽ അവർ അറ്റാച്ച്ഡ് ആകുന്നത്. മൂന്നാമത്തത്, ഈ പിയർ ഗ്രൂപ്പിലായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തോന്നുന്ന ഒരു സ്ട്രോങ് ഫീലിംഗ് ഉണ്ട്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരിടത്താണ് ഞാൻ, എനിക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് എൻ്റെ ചുറ്റും. അപ്പോൾ ഫാമിലിയിൽ ഇങ്ങനൊരു ഫീലിംഗ് കുട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ അത് പ്രശ്നമാണ്. ഫാമിലിയിൽ ഈ ഫീലിംഗ് വളരെ സ്ട്രോങ് ആയിട്ട് കുഞ്ഞിനുണ്ടായില്ലെങ്കിൽ അവിടെ അയാൾ ഡിറ്റാച്ച്ഡ് ആവും. ഫാമിലി എൻ്റെ ഒരിടമാണ്, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരിടമാണ്, എൻ്റെ ഒരു ടീമാണ് അവിടെയുള്ളത്. ഈ ഒരു സ്ട്രോങ് ഫീലിംഗ് കുഞ്ഞിനുണ്ടാവണം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കുഞ്ഞിനെ ലിസൺ ചെയ്യുക, അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക, നടത്തി കൊടുക്കാവുന്ന കാര്യങ്ങൾ നടത്തി കൊടുക്കുക. പിന്നെ ഒരു ഫ്രീഡം ഉണ്ടാകണം. കുഞ്ഞ് എന്ത് ചെയ്യുമ്പോഴും അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാഗിങ് പാരൻസായിട്ട് മാറിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പാരൻസിനോടും മുതിർന്നവരോടും കണക്റ്റഡ് ആകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. 4ാമത്തെ കാര്യം, നമ്മൾ ചിലർക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളുകളാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുമായിട്ട് നമ്മൾ വളരെ അറ്റാച്ച്ഡ് ആവും. പിയർ ഗ്രൂപ്പിലുള്ളവർ ഉണ്ടാക്കുന്നൊരു ഫീലിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരാളൊരു ദിവസം വന്നില്ലെങ്കിൽ പിയർ ഗ്രൂപ്പിലുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ, എടാ ഇന്നലെ നീ എവിടെ പോയി, നിന്നെ കണ്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ വളരെ വേണ്ടപ്പെട്ട ഒരാളാണെന്നും നമ്മുടെ സാമീപ്യം അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നും ഇങ്ങനെയുള്ള ചിന്തകളാണ് മറ്റേയാൾക്ക് ഉണ്ടാവുക. ആ ഒരു പ്രാധാന്യം
ആ ഗ്രൂപ്പിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു പ്രാധാന്യം, ആ ഗ്രൂപ്പുമായിട്ട് കണക്റ്റഡ് ആകാൻ അവരെ പ്രേരിപ്പിക്കുന്നു. പാരൻസും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ കുഞ്ഞ് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അയാൾ വീട്ടിലുള്ളപ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം, അയാളില്ലാത്തപ്പോഴും നമ്മൾ മിസ് ചെയ്യുമല്ലോ അവരെ. ആ മിസ്സിങ് ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യുക, ആ വ്യക്തി വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് നമുക്ക് എന്നുള്ളൊരു ധാരണ അയാളിൽ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. 5ാമത്തെ കാര്യമാണ് ഫീലിങ്സ്. ഈ കുട്ടികളുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ കണ്ടിട്ടില്ലേ, ആരെങ്കിലും സങ്കടപ്പെട്ടാൽ എല്ലാവരും സങ്കടപ്പെടും, ആർക്കെങ്കിലും നല്ല സന്തോഷം വന്നാൽ എല്ലാവരും ആ സന്തോഷത്തിൽ പങ്കാളികളാവും. നമ്മൾ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇടപെടണം. അവർക്ക് സന്തോഷം വന്നാൽ അവരുടെ കൂടെ നമ്മൾ സന്തോഷിക്കണം. അവർക്കൊരു വിഷമം വന്നാൽ നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് സാന്ത്വനിപ്പിക്കണം. ആ വിഷമത്തിൽ നമ്മളും കൂടി പങ്കാളികളാവണം. എന്നിട്ട് അവരെ നോർമൽ ലൈഫിലേക്ക് പതുക്കെ പതുക്കെ തിരിച്ചുകൊണ്ട് വരണം. ഞാൻ വലപ്പാട് ശ്രീരാമ പോളിടെക്നിക് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹോസ്റ്റലിൻ്റെ ചാർജ് എനിക്കായിരുന്നു കേട്ടോ. ഞാനൊരു ദിവസം വൈകുന്നേരം കോളേജ് വിട്ട് ചെല്ലുമ്പോൾ അവിടെ കൂട്ടക്കരച്ചിലാണ്. കാര്യം എന്താണെന്നറിയാമോ, അന്ന് ഒരു റൂൾ ഉണ്ടായിരുന്നു, കുട്ടികൾ 2nd ഇയർ കഴിയുമ്പോഴേക്കും ഫസ്റ്റ് ഇയറിലെ എല്ലാ പേപ്പറും പാസ്സായിട്ടുണ്ടാവണം. പെൻഡിങ് പേപ്പർ ഉണ്ടെങ്കിൽ 3rd ഇയറിലേക്ക് പ്രവേശനമില്ല. അതിലൊരു കുട്ടിക്ക് ഒരു പെൻഡിങ് പേപ്പർ വന്നു. അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് പോകാൻ നിർബന്ധിതയായി. എല്ലാവരും കൂടി ആ സങ്കടം ഷെയർ ചെയ്യുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഇതേ കാര്യം വീട്ടിൽ ചെന്ന് പറയുമ്പോൾ മാതാപിതാക്കളുടെ ഒരു ഫസ്റ്റ് റിയാക്ഷനെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ എന്തുകൊണ്ട് കുട്ടികൾ പിയർ ഗ്രൂപ്പിനോട് ഇത്രയധികം അറ്റാച്ച്ഡ് ആകുന്നു. 6ാമത്തെ കാര്യം, പരസ്പരം നന്നായിട്ട് അറിയുന്നത് ഈ അറ്റാച്ച്ഡ് ആക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന ഒന്നാണ്. എന്താണ്, മാതാപിതാക്കൾക്ക് മക്കളെ അറിയില്ലേ? പക്ഷേ നമ്മൾ പല കാര്യങ്ങളും പലപ്പോഴും കൃത്യമായിട്ട് അറിയാറില്ല. പിയർ ഗ്രൂപ്പ് അങ്ങനെയല്ല. അവർ ഒരുപാട് സമയം ഇങ്ങനെ സംസാരിച്ചിരിക്കും, പല കാര്യങ്ങളും ചോദിച്ചറിയും. എത്രത്തോളം നന്നായിട്ട് പരസ്പരം മനസ്സിലാക്കുന്നോ അത്രത്തോളം അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അപ്പം മക്കളെ അറിയാമെന്ന് മാതാപിതാക്കൾ ബ്ലൈൻഡായിട്ട് കരുതരുത്. പലപ്പോഴും ശരിയായിട്ട് അറിയണമെന്നില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ മാതാപിതാക്കളും മറ്റു മുതിർന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്തത് എന്താണെന്നോ, മാതാപിതാക്കളുമായിട്ടുള്ള കുട്ടികളുടെ ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ പാളിച്ചകൾ പറ്റുമ്പോഴാണ് പാരൻറ്റിങ് വലിയൊരു തലവേദനയായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ 2 ചോദ്യങ്ങൾ ഉയർന്നു വരാം. പിയർ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച്ഡ് ആയാൽ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ പിയർ ഗ്രൂപ്പിൻ്റെയും മാതാപിതാക്കളുടെയും ഐഡിയോളജീസ് വളരെ വളരെ വ്യത്യസ്തമാണ്. ഇന്നത്തെ ലോകം ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞതാണ്. പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നവർ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവരല്ല. നന്മ എന്താണ് തിന്മ എന്താണെന്ന് അവർക്ക് തിരിച്ചറിയണമെന്നില്ല. മാതാപിതാക്കളുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കണം, കണക്റ്റഡ് ആയിരിക്കണം. പിയർ ഗ്രൂപ്പിലുള്ളവർ നല്ല സുഹൃത്തുക്കളായിരിക്കണം. 2ാമത്തെ സംശയം, ഇന്ന് വളരെ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ ഈ പറയുന്നതിനൊക്കെ സമയം ഉണ്ടാകുമോ? സമയം ഉണ്ടാക്കണം. മുതിർന്നവരുമായിട്ട് അറ്റാച്ച്ഡ് ആകുന്നത് എന്തിനാണ്? കുഞ്ഞുങ്ങൾക്ക് ഗൈഡൻസ് കൊടുക്കാനും അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെയാണ്. അതിന് മാതാപിതാക്കൾ തന്നെ വേണമെന്നില്ല. മാതാപിതാക്കൾക്ക് 2 പേർക്കും അതിൽ വലിയ പങ്ക് വഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരാൾക്കെങ്കിലും സാധ്യമാവുമല്ലോ. 2 പേരും വളരെ തിരക്കിലാണെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഉണ്ട്, ടീച്ചേഴ്സുണ്ട്. അതിൽ ഗ്രാൻഡ് പാരൻസിൻ്റെ റോളും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മക്കളും മാതാപിതാക്കളും തമ്മിൽ വരുന്ന ചില ആശയ സംഘടനകൾ ഇതിൽ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. കുഞ്ഞുങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് പ്രോസസ്സിനെ അത് ബാധിക്കും. ഗ്രാൻഡ് പാരൻസ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നും പറഞ്ഞ് അവരെ അകറ്റി നിർത്തുന്ന മാതാപിതാക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മാതാപിതാക്കളായാലും ഗ്രാൻഡ് പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഈ കുഞ്ഞുങ്ങൾ നന്നായിട്ട് വളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ബേസിക്കായിട്ട് ഈ കുഞ്ഞ് മാനവികതയുള്ള നല്ലൊരു വ്യക്തിയായിട്ട് മാറണം, സമാധാനപ്രിയനായിരിക്കണം, സന്തോഷമായിട്ട് അയാൾക്ക് ജീവിക്കാൻ പറ്റണം. ഇതൊക്കെയാണ് പൊതുവായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ. അതിൽ മാതാപിതാക്കളും ഗ്രാൻഡ് പാരൻസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതല്ലാതെയുള്ള ചില കാര്യങ്ങളിലാണ് ഈ കോൺഫ്ലിക്ട്സ് വരുന്നത്. അപ്പോൾ അതങ്ങോട്ട് വിടുക. അതിൽ തീരുമാനം എടുക്കാവുന്നത് മാതാപിതാക്കൾക്കാണ്. അല്ലാത്ത കാര്യങ്ങളിലെല്ലാം നമുക്ക് ഒരുമിച്ച് നിന്നൂടെ? നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? അപ്പോൾ അതിന് സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, കമൻറ്റ്സ് ഇടാനും മറന്നു പോകരുത്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്